ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇതേപോലുള്ള കുഴഞ്ഞു കിടക്കുന്ന തുണികൾ, അതായത് റയോണ്, ഓർഗൻസ ഫാബ്രിക്, സാറ്റിൻ ഫാബ്രിക്, ഇങ്ങനത്തെയുള്ള ഫാബ്രിക്കിലൊക്കെ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബിഗിനേഴ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൽ നെക്ക് തൂങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ നെക്കൊരു പെർഫെക്ഷൻ ഇല്ലാതെയാണ് കിട്ടാറുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. ആദ്യം നമ്മളൊരു ക്യാൻവാസ് എടുത്തിട്ട് നമ്മുടെ നെക്കിൻ്റെ മാർക്കിങ്സൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാനിവിടെ 3 ഇഞ്ച് വിഡ്ത്തും ഒരു 4 ഇഞ്ച് ലെങ്ത്തുമാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമുക്കതിനെ റൗണ്ടാക്കി മാർക്ക് ചെയ്യാം. ഞാനിവിടെ റൗണ്ടാക്കി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മെഷർ ചെയ്ത ലെങ്ത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അതായത് 4ൻ്റെ പകുതി 2 ഇഞ്ച് നമ്മളതിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് 2ൻ്റെ പകുതി ഒരു പോയിൻറ്റും കൂടി അടയാളപ്പെടുത്തുക, അതായത് 1 ഇഞ്ച്. അത് നമ്മൾ കോർണറിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് എടുക്കണം, ഇതുപോലെ. എന്നിട്ട് നമ്മളൊരു ആം ഹോൾ കർവ് എടുത്തിട്ട് ഈ 2 പോയിൻറ്റിലേക്കും തട്ടുന്ന രീതിയിൽ വെച്ച് വരച്ചെടുക്കണം. നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ ആ 4ൻ്റെ പകുതിയിലും നമ്മൾ കോർണറിൽ നിന്ന് മെഷർ ചെയ്ത് വെച്ച ആ ഒരു പോയിൻറ്റിലേക്കും ഇത് ചേർത്ത് വെച്ചിട്ട് നമുക്ക് റൗണ്ട് നെക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബിഗിനേഴ്സൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് തന്നെ നമുക്കതിൽ കിട്ടും. കണ്ടോ? ഇനി നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം. അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് ഒരു പീസ് ഫാബ്രിക്കിലേക്ക് നമ്മൾ അയൺ ചെയ്തിട്ട് എടുക്കണം. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ആ ഒരു പേസ്റ്റുള്ള വശം തന്നെ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് ഇത് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ആ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ചെറിയൊരു നോച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്ക് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വച്ചേക്കുന്ന ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ ക്യാൻവാസിൻ്റെ സെൻറ്ററും കൂടി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ സെൻറ്റർ മാറിയിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫാബ്രിക്കിനും സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക്കിന് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, അതിൽ നിന്ന് താഴത്തേക്ക് ഒരു ലൈന് കറക്റ്റായിട്ട് സെൻറ്ററിൽ കൂടി തന്നെ ഒരു ലൈന് വരച്ചെടുക്കുക. ഇനി നമ്മൾ സാധാരണ ആ ഒരു ഫാബ്രിക്ക് മടിച്ച് തയ്ച്ച് കൊടുക്കലാണ് ചെയ്യുന്നത്. ഞാനിവിടെ അത് മടക്കി തയ്ക്കുന്നില്ല, പകരം കറക്റ്റായിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സിഗ്സാഗ് സ്റ്റിച്ച് വെച്ച് അത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷനിൽ കിട്ടും. മടക്കി തയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു ചുളിവൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മെയിൻ ഫാബ്രിക്കുമായിട്ട് നമ്മൾ ഇത് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ തട്ടാതെ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ വിട്ട് വേണം നമ്മളിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ക്യാൻവാസിൽ തട്ടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ കറക്റ്റായിട്ട് സെൻറ്ററിൽ ഫാബ്രിക്കിനോട് ചേർത്ത് അത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു വരയ്ക്കുന്ന പോലെ സൈഡിൽ കൂടി വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക്
സ്റ്റിച്ചിൽ തട്ടാത്ത അതിന് പുറത്തു കൂടി കട്ട് ചെയ്തിട്ടെടുക്കണം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഏരിയയിൽ ചെറിയ നോച്ചസ് വീതം ഇട്ട് കൊടുക്കണം. ഇപ്പോഴും നമ്മൾ സ്റ്റിച്ചിലെത്താതെ വേണം ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കുന്നില്ല, അതിൻ്റെ ആ ഒരു കർവിൽ മാത്രമേ ഞാനത് കൊടുക്കുന്നുള്ളൂ. കാരണം ഫുള്ളായിട്ട് ഇട്ട് കഴിയുമ്പോൾ ഞാനൊരു അടുത്ത സ്റ്റെപ്പിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, അതിന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു കർവിൽ മാത്രം 2 സ്റ്റിച്ച്, അതായത് കുഴിവുള്ള ഭാഗത്ത് മാത്രം 2 നോച്ചസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് മാത്രം ഇതുപോലെ 2 നോച്ചസ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് ആ ഒരു ക്യാൻവാസ് പിറകു വശത്തേക്ക് തിരിച്ചെടുക്കണം. സാധാരണ നമ്മൾ തിരിച്ചെടുത്തിട്ട് മെയിൻ ഫാബ്രിക്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അത് നല്ല രീതിക്ക് വെച്ച് അയൺ ചെയ്തിട്ടെടുക്കുക. കൈവച്ച് സ്റ്റിച്ച് ചെയ്യാനല്ല കേട്ടോ പോകുന്നത്. ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത പോർഷനില്ലേ, അത് ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ, അതായത് മെയിൻ സൈഡിൽ കാണാത്ത വിധത്തിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്